ഹലോ, അങ്ങനെ നമ്മൾ പുഷ്പ 2 കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ നമ്മൾ പുഷ്പ 1 ഒന്നും കൂടെ കണ്ട് ജസ്റ്റ് ഒന്ന് ചില കാര്യങ്ങൾ ഒന്നും കൂടെ എല്ലാം ചില പോർഷൻസൊക്കെ നമ്മളൊക്കെ മറന്നുപോയി കാണുമല്ലോ, അതൊന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ഇന്നലെ നമ്മൾ പുഷ്പ 1 ഒന്നും കൂടെ കണ്ട് ഇന്ന് രാവിലെ 9 മണിക്കത്തെ ഷോ പുഷ്പ 2 നമ്മൾ കയറിയിരിക്കും. അപ്പം പുഷ്പ 2വിനെ കുറിച്ച് നമുക്ക് പറയാം. ആദ്യം പടത്തെക്കുറിച്ച് പറയാൻ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. പുഷ്പ 2വിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് അവിടെ ഇവിടെയുള്ള ഒരു ആക്ഷൻ രംഗങ്ങളും കുറച്ച് ഹ്യൂമർ സാധനങ്ങൾ ഒക്കെ ഇവർ ട്രൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സോങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളെല്ലാം ഉപയോഗിച്ചെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അല്ലു അർജുൻ്റെ സ്വാഗ് കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഈ പടം കാണാൻ പോകുമ്പോൾ തന്നെ ഇത് കാണാൻ പോകുന്ന ബാക്കി പ്രേക്ഷകരുടെ ഒരു കണക്കൂട്ടൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഞാനിത് കാണാൻ പോയെന്ന് വെച്ചാൽ അല്ലു അർജുൻ്റെ ഒരു സ്വാഗ് കാണണം. അതുപോലെ പുഷ്പ 2വിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ഒളിപ്പിച്ചത്. പുഷ്പ 3 ഓൾറെഡി 2വിൻ്റെ റിലീസിന് മുമ്പ് നമ്മൾ ഓൾറെഡി റസൂൽ പൂക്കുട്ടിയും ഒക്കെ നിൽക്കുന്ന ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പുഷ്പ 3യുടെ ആ പോസ്റ്റർ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഈ പടത്തിന് കയറിയത്. അപ്പം പടത്തിനെക്കുറിച്ച് പറയുമ്പം പടം തുടങ്ങുന്നത് തന്നെ ഒരു ജപ്പാനിലൊരു ഫൈറ്റ് സീക്വൻസൊക്കെ കാണിച്ചുകൊണ്ടാണ്. എന്നിട്ട് നേരെ അവിടെ നിന്ന് നമ്മുടെ നായകൻ വെള്ളത്തിലേക്ക് വീഴുന്നു. അവിടെ നിന്ന് അതൊരു സ്വപ്നമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ അത് കണ്ടപ്പോഴത്തേക്കിനും അപ്പം ആ ഒരു സീക്വൻസിൽ ഒരു കുട്ടിക്കാലത്തെ ഒരു ഇൻസിഡൻ്റൊക്കെ അതിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതാണെങ്കിൽ നമ്മൾ പല സിനിമകളിലും കണ്ടു കഴിഞ്ഞ് മടുത്തൊരു സാധനമാണ്. നമ്മൾ മഞ്ഞുമൽ ബോയ്സിലൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. നമ്മൾ നായകൻ കുഴിയിലേക്ക് പോകുമ്പോൾ മറ്റേ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിൽ വെള്ളത്തിലേക്ക് വരുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അതും ഇതും കൂടെ തമ്മിലൊക്കെ കോറിലേറ്റ് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന അങ്ങനെ കുറേ രംഗങ്ങൾ ഇതിലും ഉണ്ട് തുടക്കത്തിൽ. അതിനുശേഷം ഈ ആദ്യത്തെ തുടക്കത്തിലെ ആ രംഗവും പിന്നീട് ഈ സിനിമ ഉടനീളം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതും ആ സീക്വൻസും ഈ സിനിമയായിട്ട് യാതൊരു വിധ ബന്ധമുള്ളതാണ്. പിന്നെ നമ്മുടെ സിനിമയിലേക്ക് അടക്കമാണ്. സിനിമ അങ്ങനെ മുന്നോട്ട് പോകുന്നു. പുഷ്പ അങ്ങനെ വളരും. നമ്മൾ ഓൾറെഡി കണ്ടു ഫസ്റ്റ് പാർട്ടിൻ്റെ ചെറിയ കണ്ടിന്യൂറ്റി പിന്നീടാണ് വരുന്നത്. ഇങ്ങനെ പല രംഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സിനിമയിൽ പൈസയ്ക്ക് യാതൊരു ചുമ്മാ പൈസ പറയുക ഒരു ലിമിറ്റും ഇല്ലാതാണ്. പൈസ ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒരു CM നെയൊക്കെ മാറ്റുന്നു പൈസ കൊടുത്തുകൊണ്ട്, അല്ല CM കസേരയൊക്കെ വാങ്ങുന്നു പൈസ കൊടുത്തുകൊണ്ട്, പൈസ എറിഞ്ഞുകൊണ്ട്. പിന്നെ ടണ്ണ് കണക്കാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. പുഷ്പ എന്ന വാക്ക് ആണ് ഏറ്റവും കൂടുതൽ പടത്തിൽ പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഈ പടത്തിൽ പറയുന്നത് ടൺ കണക്കിന് സാധനങ്ങൾ. എനിക്ക് ഇന്ന് 2000 ടൺ അല്ലെങ്കിൽ 200 ടൺ കണക്കിന് സാധനങ്ങൾ, കോടി പൈസ, കോടികൾ എന്നൊരു വാക്കുകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. പിന്നെ അത് കഴിഞ്ഞാൽ ഈ പടത്തിൽ ഉപയോഗിക്കുന്ന ഒരു രണ്ട് മൂന്നല്ല കുറച്ചിടങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫീലിങ്സ് വന്നു. പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടതായിട്ട് തോന്നിയത് ഇതിൽ ഫൈറ്റ് സീക്വൻസുകളൊക്കെ എടുത്തു വളരെ മനോഹരമായിട്ട്. ഫസ്റ്റ് ഹാഫിലെ കുറച്ച് 1-2 രംഗങ്ങൾ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്കിനും നമ്മൾ ഓൾറെഡി കണ്ട പുഷ്പ മറ്റേ ഒരു വേഷം കെട്ടിയിട്ടുള്ള സാരിയൊക്കെ കൊടുത്ത് കുറേ ചായയൊക്കെ പൂശിയിട്ടുള്ളൊരു ഫൈറ്റ് സീക്വൻസൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആ ഒരു പോർഷനിൽ വരുന്ന ഫൈറ്റ് സീക്വൻസും തുടക്കത്തിലൊക്കെ പോർഷനൊക്കെ വളരെ മികച്ച രീതിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ കുറച്ചധികം നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ടുകൊണ്ട് വളരെ മനോഹരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചില മ്യൂസിക് രംഗങ്ങളിൽ വരുമ്പോഴേക്കും നമ്മുടെ മലയാളം ഡബ്ബ് വരുമ്പോഴത്തേക്കിനും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ പാട്ടുകളിലേക്കൊക്കെ വരുമ്പോൾ ഉപയോഗിച്ചിരുന്ന പാട്ടുകൾ ആ വരികൾ കുറച്ച് ബോറായി തോന്നിയിരുന്നു. അപ്പം അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പാട്ടുകളൊക്കെ വളരെ മികച്ചതായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആക്ഷൻസ് രംഗങ്ങളാണല്ലോ പറഞ്ഞത്. ഇപ്പം ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതിലേക്ക് വരുമ്പോഴേക്കും പുഷ്പ ഒരു ഡ്രാക്കുളയായിട്ട് മാറുകയാണ്. വരുന്നവരും പോകുന്നവരുടെ എല്ലാം കഴുത്ത് കടിച്ചെടുത്ത്, എൻ്റെ പൊന്നെ പറയുന്നില്ല കാര്യം. നമ്മൾ ഒരു KGF 2 ഇറങ്ങിയപ്പോഴത്തേക്കിനും പുഷ്പ 2യുടെ ഏകദേശം പോർഷൻസൊക്കെ ഇവർ കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ KGF 2ൻ്റെ വലിയ സക്സസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവർ ഒന്നും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പുഷ്പ 2 വീണ്ടും കുറേ പോരായ്മകളൊക്കെ തിരുത്തി വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പം KGF 2ൻ്റെ ഒരു 7 അയലത്ത് പിടിക്കാനായിട്ട് KGF 2 ഒക്കെ ഇറങ്ങി സക്സസ് ആയാലും ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കി സക്സസ് ആകാൻ പുഷ്പയ്ക്ക് സാധിച്ചോ എന്ന് നമുക്ക് 1-2 ദിവസത്തിനുള്ളിൽ റെസ്പോൺസൊക്കെ വരുമ്പോൾ മനസ്സിലാവും. എന്നോട് ചോദിക്കുവാണെങ്കിൽ എനിക്ക് ഒറ്റ മറുപടികൾ സാധിച്ചിട്ടില്ല. പുഷ്പ KGF ഒക്കെ കണ്ട് കലിതുള്ള അല്ലെങ്കിൽ പൊട്ടിയിറങ്ങിയ മതയാന ഒക്കെ കണ്ട് ഇറങ്ങിയൊരു ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പുഷ്പ 2ൽ അത്ര വലിയ ഒരു സംഭവമൊന്നും കാണിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ
പടത്തിൻ്റെ ഡ്യൂറേഷൻ 3.5 മണിക്കൂറുണ്ട്. പടത്തിൻ്റെ ഡ്യൂറേഷൻ ഓൾറെഡി 3.5 മണിക്കൂർ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആനിമൽ എന്ന സിനിമയാണ് ഓർമ്മ വരുന്നത്. ആനിമൽ ഏകദേശം 3.5 മണിക്കൂറോളം ആ പടത്തിനും ഡ്യൂറേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആനിമൽ എന്ന സിനിമയിലും പുഷ്പ 2-ലും രണ്ടുപേരിലുള്ളൊരു ഘടകം രശ്മിക മന്ദാനയാണ്. അപ്പം ഈ ഒരു ഇത്രയും ഡ്യൂറേഷനുള്ള സിനിമയിൽ ഒരു കുറച്ചെങ്കിലും കട്ട് ചെയ്യാമെന്ന് തോന്നിയ രംഗം രശ്മിക മന്ദാന കുറച്ച് പ്രകടനങ്ങളുണ്ട്. രശ്മിക മന്ദാനയ്ക്ക് കുറച്ച് അഴിഞ്ഞാടാനായിട്ടുള്ള കൊടുത്ത സ്പേസ് ആണെങ്കിലും കാണുന്നത് നമുക്കൊരു തലവേദനയായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആനിമൽ എന്ന സിനിമ നമ്മൾ നോക്കുമ്പോഴും അതിലും രശ്മിക മന്ദാനയുടെ കുറച്ചൊരു പോർഷൻ, ഒരു അരമണിക്കൂറോളം നീരുന്നൊരു പോർഷനുണ്ട് പ്രകടനം. അതൊക്കെ വളരെ അരോചകമായി തന്നെ ഫീൽ ചെയ്തു. അപ്പം ആ ഒരു സീക്വൻസൊന്നും വേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ പടത്തിൻ്റെ കുറേ രംഗങ്ങൾ, ഒരു പടം ഇങ്ങനെ ഒരു സീരിയസ് ഡിസ്കഷനൊക്കെ ഇടയിൽ ഇവർക്ക് ഫീലിങ്സ് വരുന്നു, അല്ലെങ്കിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് രംഗങ്ങളൊക്കെ വരുമ്പോൾ ഫീലിങ്സ് വരുന്നു. അങ്ങനെ കുറച്ച് പോരായ്മകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഫീലിങ്സിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ നായികയ്ക്കുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ പടത്തിലെ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻഗേജിങ് ആയിട്ട് കുറേ അവിടെ നല്ല ആക്ഷൻ സീക്വൻസും കുറേ കാര്യങ്ങളൊക്കെ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കിന് സെക്കൻഡ് ഹാഫ് ഭയങ്കര ഒരു താഴെ തട്ടിലേക്ക് പടം പോകുന്നൊരവസ്ഥ നമ്മൾ കാണും. ഞാൻ പല സിനിമകളിലും കണ്ടത്, നമ്മൾ മലയാളത്തിലൊക്കെ കണ്ട് മടുത്ത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാലേട്ടൻ അല്ലെങ്കിൽ ഭരതനാട്യം സിനിമ അത് നമ്മൾ കാണുമ്പോൾ, പിന്നെ അതുപോലെ ക്രോണിക് ബാച്ചിലർ കാണുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ ജാരസന്തതി അല്ലെങ്കിൽ ജാര ഇതൊക്കെ ഉണ്ടല്ലോ, അതിലുണ്ടാകുന്ന കുഞ്ഞിനോടുള്ള നമ്മുടെ പാസം, അങ്ങനെ കുറേ അതൊക്കെ നമ്മൾ മലയാള സിനിമയിൽ കണ്ട് മടുത്ത് അല്ലെങ്കിൽ ഉപേക്ഷിച്ച സാധനമാണ്. അതൊക്കെ ഇതിലേക്ക് വന്ന് അതിൻ്റെ ഇമോഷണൽ കാര്യങ്ങൾ, പിന്നെ സീരിയൽ പോലെ കുറേ ഒരു ഇമോഷണൽ ട്രാക്കുകൾ, രംഗങ്ങൾ അങ്ങനെ കുറേ നടത്തി പുഷ്പ എന്ന ഒരു ആക്ഷൻ കഥാപാത്രം അല്ലെങ്കിൽ മാസ് ഒരു കിടിലൻ ഒരു ആക്ഷൻ ഗ്യാങ്സ്റ്ററെ കൊണ്ട് ഒരു മാനിലേക്ക് അല്ലെങ്കിൽ ഫാമിലി ഡ്രാമയിലേക്കൊക്കെ പടം കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഈ പുഷ്പ 2 അവസാനം നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ കുറേ എന്തൊക്കെയോ ഒരു സംഭവങ്ങളാണ് പുഷ്പ 2-ൽ ഇവർ ഇൻക്ലൂഡ് അല്ലെങ്കിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത്. കുറേ പ്രതീക്ഷിച്ചുകൊണ്ട് ഓൾറെഡി എനിക്കറിയത്തില്ല, തെലങ്കാന പോലെ സ്ഥലങ്ങൾ നമ്മൾ ഓൾറെഡി പടം ഇറങ്ങുന്ന 3000 രൂപ ടിക്കറ്റ് റേറ്റ് ഉയർത്തി, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഓവറോൾ ഫസ്റ്റ് ഡേ അടിക്കാനായിട്ടുള്ള ഇതൊക്കെ നോക്കുന്നുണ്ട്. എന്നിരുന്നാലും കേരളത്തിൽ ലിയോ ഇട്ട റെക്കോർഡും അതുപോലെ 2024 ടെർബോ ഇട്ട റെക്കോർഡും പുഷ്പ തകർക്കുമോ എന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാം. ലിയോയുടെ റെക്കോർഡ് ഒരിക്കലും തകർക്കത്തില്ല ഫസ്റ്റ് ഡേ, അതുപോലെ തന്നെ ടെർബോയുടെ റെക്കോർഡും 2024 തകർക്കും എന്നെനിക്ക് തോന്നുന്നില്ല, തകർക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഒരുപാട് ഷോകൾ, ഒരുപാട് സ്ക്രീനുകളൊക്കെ ഉള്ളത് കൊണ്ട് വേണേൽ തകർക്കാം. പിന്നെ എടുത്തു പറയേണ്ടത്, പല ഇൻ്റർവ്യൂകളിലും നമ്മുടെ അല്ലു അർജുൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഫാഫ ഈ പടത്തിൽ അഴിഞ്ഞാടി പൊളിച്ചടിക്കുക നോക്കുമ്പോൾ പുഷ്പ 1-ൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു ഫാഫയുടെ ബൽവർ സിംഗ് ഷിഖാവത്ത് എന്നൊരു ക്യാരക്ടർ. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേന് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ ആ ട്രെയിലർ ഇതിനു മുമ്പ് ഫസ്റ്റ് പ്രോമോയാണ്, ഒരു ഫസ്റ്റ് ടീസറൊക്കെ ഇറങ്ങിയിരുന്നു, മറ്റേ കുറേ ഭാഗമൊന്നും ഇതിലില്ല. നമ്മുടെ പുലി ഒരു CCTV ദൃശ്യത്തിൽ തന്നെ പുഷ്പ നടന്നു പോകുമ്പോൾ പുലി വരുമ്പോൾ പുലിയൊക്കെ തിരിച്ചോടുന്ന കുറേ സാധനമൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ട്രെയിലറിൽ കണ്ട പോലെ നമ്മുടെ ഫഹദിൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്. ഫഹദിൻ്റെ ഇൻട്രോ മറ്റേ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മറ്റേ ആ സൈഡിൽ കോർണറിൽ അവരുടെ പാൻറ്റ്സും ബെൽറ്റൊക്കെ ആയിട്ടുണ്ടുള്ള ഒരു സാധനം, റേഡിയോ ഒക്കെ പ്ലേ ചെയ്തുകൊണ്ട് ആ ഒരു സാധനമൊന്നും ഇതിൽ വന്നിട്ടില്ല. പല സാധനം നമ്മൾ ട്രെയിലറിൽ കണ്ട പല ഭാഗങ്ങളും ഇതിൽ ഇവർ കാണിക്കുന്നില്ല. അപ്പം അതും പിന്നെ ഒരു ഫാസ്റ്റിൽ ഇതിലേക്ക് വരുമ്പോൾ ഒരു കോമാളി റോള് പോലെ എനിക്ക് തോന്നി. കാര്യം പലയിടങ്ങളിലും ഈ സിനിമയിൽ ഒരു ഭൂരിഭാഗം വരുന്ന ഹ്യൂമർ റോളുകളിലും ഫഹദുണ്ട്. മറ്റേ ഒരു സാധനമൊക്കെയാണ്, മറ്റേ ഞാനെങ്ങനെയാണ് സ്വിമ്മിംഗ് പൂളിലേക്ക് എത്തിയത്, എന്നെ മൂത്രം മണക്കുന്നു, അങ്ങനെ കുറേ സാധനമൊക്കെ പടം കണ്ടിട്ട് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അവസാനമൊക്കെ വരുമ്പോഴത്തേക്കിനും എന്തൊരു ആംഗിയൊക്കെ ഫഹദിൻ്റെ റോള് എന്തർത്ഥത്തിലാണ് അല്ലു അർജുൻ ഇങ്ങനെ ഒരു ചീപ്പ് പ്രൊമോഷൻ അല്ലെങ്കിൽ ആളെ കയറ്റാനായിട്ട് പറഞ്ഞ് നടത്തിയവരുണ്ട്. ഫഹദ് ഈ പടത്തിൽ മാമന്നൻ അല്ലെങ്കിൽ അതുപോലൊരു പല അന്യഭാഷാ സിനിമകളിലും ഫഹദ് പോയി കിടിലൻ റോളല്ലേ. പുഷ്പ 1-ൽ തന്നെ ഗംഭീര പ്രകടനം നടത്തിയ ഒരു ഫഹദിനെ ഈ ഒരു പുഷ്പ 2-ലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മൾ വേണ്ട വിധത്തിൽ ആ ഒരു പവർ അല്ലെങ്കിൽ ആ വോൾട്ടേജ് ഫഹദിൻ്റെ കഥാപാത്രത്തിനില്ലായിരുന്നു. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം പടം ഒരു ഓളം വൈബിലൊക്കെ ജസ്റ്റ് പോയി കണ്ട് ഇരിക്കാമെന്നല്ലാതെ സെക്കൻഡ് ഹാഫിലൊക്കെ വരുമ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള ചേട്ടനോട് ചോദിച്ചു തീരാറായോ, ഇതിനി എത്ര മിനിറ്റും കൂടെ ഉണ്ട്, എത്ര മിനിറ്റ് ഡ്യൂറേഷൻ, അങ്ങനെ
എനിക്ക് തോന്നി അതേ ചോദ്യം എൻ്റെ അടുത്തിരുന്ന ചേട്ടനും തോന്നിയിരുന്നു. പിന്നെ എങ്ങനെയായാലും പടം തീർന്നാൽ മതി എന്നുള്ളായിരുന്നു. പക്ഷേ ആനിമൽ 3.5 മണിക്കൂർ കാണുമ്പോൾ രശ്മികയുടെ വെറുപ്പീര് മാറ്റി നിർത്തിക്കുന്ന പടം അടിപൊളിയായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്കിനും രശ്മികയുടെ വെറുപ്പീരിൻ്റെ കൂടെ കുറച്ച് സീരിയൽ എലമെൻസും കൂടി ഇവർ കുത്തി നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പം പുഷ്പ 2 എന്ന സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാണാത്തവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് മനസ്സിലാക്കുക എങ്ങനെയുണ്ട് പുഷ്പ 2ൻ്റെ റേഞ്ച്. ഫയറാണോ അതോ ഫ്ലവറാണോ അതോ വൈൽഡ് ഫയറാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പം നമ്മൾ വീഡിയോ നിർത്തുന്നു. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളായിട്ട് വരുന്നവരെ ബായ്.